ഇപ്പൊ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ വരാൻ തന്നെ പേടിയാണ്. അതുപോലെ ഇങ്ങനെ ലൈനായിട്ട് ഉണ്ടായിരുന്നതാണ് ഈ ബിൽഡിംഗ് കംപ്ലീറ്റ്. ഹലോ ചങ്ങാതിമാരെ, ഞാൻ പ്രകാശൻ, കൊല്ലങ്കോട്. അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലങ്കോട്ടിന്റെ പച്ചക്കറി മാർക്കറ്റാണ്. അതായത് പച്ചക്കറി മാർക്കറ്റ് പറഞ്ഞാൽ ഇപ്പൊ പച്ചക്കറി മാർക്കറ്റ് അല്ല, ഇപ്പൊ ഇതൊരു പാഴായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. പച്ചക്കറി മാർക്കറ്റ് പറഞ്ഞാൽ കോവിഡിന് മുന്നേ ഒരു മുന്നേ വരെ ഒരു 10,000 പേര് ഒരു ദിവസത്തിൽ, അതായത് ആഴ്ചയിൽ ഒരു ദിവസമാണ് ഇവിടെ കച്ചവടം, ശനിയാഴ്ച. അപ്പോൾ 10,000 പേര് ഇവിടെ വന്ന് പച്ചക്കറി വാങ്ങിയിട്ട് പോകുന്ന ഒരു മാർക്കറ്റായിരുന്നു ഇത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു 5 പഞ്ചായത്ത് ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ പച്ചക്കറി മാർക്കറ്റ് നിൽക്കുന്നത്. ചിക്കണാമ്പറയിലാണ് ഈ സ്ഥലം, ചന്തപ്പര പറയും. അതായത് ഇവിടുന്ന് മുതലമട, അതുപോലെ തന്നെ വടവനൂര്, കൊല്ലങ്കോട്, പല്ലസന, എലവഞ്ചേരി, ഇങ്ങനെ 5 പഞ്ചായത്ത് ബേസ് ചെയ്തിട്ടാണ് ഈ പച്ചക്കറി മാർക്കറ്റ് ഇവിടെ ഉള്ളത്. അപ്പം അതുകൊണ്ടാണ് ഈ ആഴ്ചയിൽ ഒരു ദിവസം പറഞ്ഞ് ചുരുങ്ങിയത് ഒരു 10,000 പേര് വന്ന് ഇവിടെ സാധനം വാങ്ങിക്കാൻ വന്ന് എത്തുന്നത്. അപ്പം അങ്ങനെ ഒരു മാർക്കറ്റ് ഇപ്പോൾ കോവിഡിന് ശേഷം പൂട്ടിയതിന് ശേഷം പിന്നെ തുറന്നിട്ടില്ല. അപ്പോൾ വർഷങ്ങൾ ഒരുപാടായി. അതുപോലെ ഈ പൂട്ടിയതിന് ശേഷം നമ്മുടെ ഭാഗത്ത് ഒരുപാട് മാർക്കറ്റുകൾ ആ സമയത്ത് അടച്ചിട്ടുണ്ടായിരുന്നു. ഈ അടച്ച മാർക്കറ്റ്, എല്ലാ മാർക്കറ്റും കൊഴിഞ്ഞാമ്പാറ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ മാർക്കറ്റുകളും തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടൊക്കെ വർഷങ്ങളായി. അവിടെയൊക്കെ നല്ല തിരക്കും എല്ലാ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു മാർക്കറ്റ് മാത്രം, നമ്മുടെ ഈ കൊല്ലങ്കോട്ടിന് ഈ പച്ചക്കറി മാർക്കറ്റ് മാത്രം നശിച്ചു. ഇപ്പൊ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ വരാൻ തന്നെ പേടിയാണ്. അതുപോലെ ഇങ്ങനെ ലൈനായിട്ട് ഉണ്ടായിരുന്നതാണ് ഈ ബിൽഡിംഗ് കംപ്ലീറ്റ് ഇപ്പൊ പൊളിഞ്ഞതൊക്കെ അതാണ്ട് അസ്ഥിപരങ്ങളൊക്കെ, ഇതൊക്കെ ബിൽഡിംഗ് ആയിരുന്നു. എല്ലാം പൊളിഞ്ഞപ്പോൾ നശിച്ചു, കംപ്ലീറ്റ് കുപ്പമേടായി മൊത്തത്തിൽ. അപ്പൊ കഴിഞ്ഞ വിഷുവിന് ഇത് 2ാം പ്രാവശ്യം മാർക്കറ്റിംഗ് ഓപ്പണിംഗ് കഴിഞ്ഞ സ്ഥലമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ആകെ ആഴ്ചയിൽ ശനിയാഴ്ച ദിവസം വരുന്നത് ആകെ ഒരു 3 കച്ചവടക്കാർ ഗേറ്റിന്റെ ഫ്രണ്ടിലുണ്ടാവും. അപ്പോഴും അവർ ഉള്ളിൽ വരില്ല. അവിടെ ഉള്ള കച്ചവടം ചെയ്തിട്ട് അങ്ങനെ പോകുന്നല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിൽ അതിനുശേഷം ഈ എത്രയും വർഷത്തിൻ്റെ ഇടയിൽ ഒരു കച്ചവടം നടന്നിട്ടില്ല, ഒക്കെ നശിച്ചുറപ്പി. നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് ഈ മാർക്കറ്റ് പുനരാരംഭിക്കണം. അതിനെന്തെങ്കിലും ഒരു വഴി ചെയ്യാൻ നമ്മുടെ ഗവൺമെൻറ് മുൻകൈ എടുത്ത് ചെയ്യണമെന്നാണ് എൻ്റെയും നമ്മുടെ ഈ പരിസരത്തുള്ള എല്ലാ ജനങ്ങളുടെയും ആഗ്രഹം. അതായത് ശനിയാഴ്ച ഇത്രയും ആൾക്കാർ വരുന്നത് കൊണ്ട് ഇപ്പോൾ ഒരു ദിവസത്തിൽ ഒരാൾ 500 രൂപയ്ക്ക് ഒരു പച്ചക്കറി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 10,000 പേര് വന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്ര ലക്ഷം ഉറുപ്പിന്റെ ബിസിനസ്സായി. അത്രയും കച്ചവടം നടക്കുന്ന ഈ പച്ചക്കറി മാർക്കറ്റാണ് ഇന്ന് ഈ കോലത്തിൽ കിടക്കുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം നമ്മുടെ ജനങ്ങൾ. ഈ 5 പഞ്ചായത്തിൽ നിന്നും വന്ന ജനങ്ങൾ, ഒരുപാട് ആൾക്കാർക്കായി ഈ വീഡിയോ കാണുമ്പോൾ അറിയാം. നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് മാർക്കറ്റിൽ വന്ന് ഈ പച്ചക്കറികളൊക്കെ വാങ്ങിയിട്ട് പോയ അനുഭവങ്ങൾ ഈ 5-6 വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എല്ലാവരും ഈ മാർക്കറ്റിൽ വന്നിട്ടുണ്ടാവും 100%. അപ്പൊ അങ്ങനെയുള്ള മാർക്കറ്റാണ് ഇപ്പോൾ ഈ ലെവലിൽ കിടക്കുന്നത്. ഇവിടെ വൈകുന്നേരം ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ മറ്റുള്ള സമയത്ത് ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളൊന്ന് കണ്ടു നോക്കി, അപ്പൊ അറിയാം എന്താണ് സംഗതി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള ചേച്ചിമാര്, അവർക്കറിയും. കാരണം ഏറ്റവും കൂടുതൽ മാർക്കറ്റിലേക്ക് വരുന്നത് നമ്മുടെ ഈ 5 പഞ്ചായത്തിലെ ചേച്ചിമാരാണ് മാർക്കറ്റിലേക്ക്, ചന്തയ്ക്ക് വരിക. കൂടുതലും ആണുങ്ങളെക്കാളും കൂടുതൽ പെണ്ണുങ്ങളാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഈ സ്ഥലത്ത് വന്ന് പച്ചക്കറി മാർക്കറ്റിൽ വന്ന് പച്ചക്കറി വാങ്ങിച്ച് ചേച്ചിമാർക്കൊക്കെ ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. നിങ്ങൾ ഇവിടെ വന്ന് പച്ചക്കറി വാങ്ങിയിട്ട് പോയ ആൾക്കാരാണ്. അപ്പൊ നിങ്ങളെ വീട്ടിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവർ മനസ്സിലാക്കണം. നിങ്ങൾ ഇവിടെ വന്ന് ഓരോരുത്തർ ഇപ്പോൾ മീൻ മുതൽ എല്ലാ ഐറ്റങ്ങളും, ഉണക്കമീൻ മുതൽ പച്ചമീൻ മുതൽ പച്ചക്കറികൾ, അങ്ങനെ എല്ലാ ഐറ്റങ്ങളും ഇവിടുന്ന് ചെറിയ വിലയിൽ സെഞ്ചി നിറയെ വാങ്ങിയിട്ട് പോയ ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളാണ് ഈ വീഡിയോ കണ്ടിട്ട് പ്രതികരിച്ച് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് ഇത് വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് എത്തിച്ച് ഈ മാർക്കറ്റ് നല്ല രീതിയിൽ നടത്താനും നമുക്ക് ഇനി മേൽ ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ ചെറിയ വിലയിൽ വന്ന് വാങ്ങിയിട്ട് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇപ്പം നമ്മൾ വെളിയിലൊക്കെ പോയിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. പച്ചക്കറി കടയിൽ നിങ്ങൾ പോകുന്നുണ്ട്, ഒരെണ്ണത്തിന് വില ചോദിക്കുന്നില്ല, എല്ലാം ഒരു അരക്കില വെച്ച് പറയും. അപ്പോൾ എത്രയായി അവർ തരുന്ന ബില്ല് എടുത്ത് തരും, നിങ്ങളത് കൊടുക്കും വരും. 600, 700, 800 ബില്ല് വരും. ഈ ഓരോ സാധനത്തിന്റെ വില എത്രയാണെന്ന് നിങ്ങൾ ഒരാളും ചോദിക്കാറില്ല, ആർക്കും ഇതിന്റെ വില അറിയൂല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള മാർക്കറ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഒരു സഹായം വന്നു കഴിഞ്ഞാൽ ചെറിയ വിലയിൽ സാധനങ്ങൾ കിട്ടും. നമുക്ക് ആവറേജ് ഒരാഴ്ച വരെ അത് ഒപ്പിക്കാൻ പറ്റും. ചെറിയ ചെലവിൽ കുടുംബങ്ങൾ കഴിഞ്ഞു പോകാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തത് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ മാർക്കറ്റ് പഴയ ഒരു ലെവലിലേക്ക് നല്ല രീതിയിൽ വരട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരും. അപ്പൊ ഇനിയും മറക്കാണ്ട് കാണുക. താങ്ക് യു.